ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ അനദർ ഗോസ്റ്റ് വീഡിയോ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്മശാനമാണ്. ഇരുന്ന് സംസാരിക്കുന്നത് ഈ പ്ലേസ് ഇരുന്നിട്ടാണ്. സോ ഇതൊക്കെ പൊട്ടിയിരിക്കുകയാണ്. നോക്കാണ്ടോ ചൊറിയാണ്ട് പൊട്ടിക്കുക. എന്ത് ചെറുതാണുള്ളത്. അത് ഓരോരാളുടെ ഒരു ഇത് വെച്ചാണ്, മനസ്സിലായോ? ആന കിട്ടേക്കുന്നത് ഇത് റീസെൻ്റായിട്ട് കഴിഞ്ഞാണ്. ഇതെന്തോടാ അങ്ങോട്ടൊന്നും പോകണ്ട. ഇതെന്ത് തുണി എടുക്കുന്നത്? അങ്ങോട്ടൊന്നും പോകണ്ട. ഇതെന്തോ സംഭവം കറക്റ്റ് അറിയില്ല. ഇതെന്തോ മെഡിക്കൽ പരമായിട്ടുള്ള എന്ത് സംഭവമാണോ? ഡ്രസ്സും ഉണ്ട്. എനിക്കൊന്ന് അവർക്ക് കൊടുത്ത ചികിത്സയുടെ അവർക്ക് കൊടുത്ത എന്തോ സ്മെല്ല് കണ്ടോടാ. ഹായ്, വെൽക്കം ടു ഡയറിങ് സൂര്യ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഹൊറർ സ്റ്റോറി വന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തമിഴ്നാട്ടിലെ ഒരു ശ്മശാനം, ഒരു ശവക്കല്ലറയിൽ രാത്രിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ വെച്ച് എനിക്കുണ്ടായ അനുഭവവും. ആ വീഡിയോ കണ്ടിട്ടുള്ളവർ കാണുമായിരിക്കും, കാണാത്തവർ കണ്ടിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിരിക്കാം. സോ അവിടെ വെച്ചിട്ട് എനിക്കുണ്ടായ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അത് ചാനൽ തുടങ്ങി 1 ഇയർ, ഇപ്പോൾ ചാനൽ തുടങ്ങി മൊത്തം 5 വർഷമായി. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശവക്കല്ലറിലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 1 ഇയറിനുള്ളിൽ. സോ ആൾമോസ്റ്റ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ അവിടെ ഷൂട്ടിന് പോയ സമയത്ത് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. അതൊരു ശവക്കല്ലറയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ഈ ശവക്കല്ലറിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുകയെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞത്, നീ വേറെ എവിടെ വേണേലും പൊക്കോ, ഈ ഒരു സ്ഥലത്ത് മാത്രം പോകരുത്, അതായത് ശവക്കല്ലറയിൽ പോകരുത്, ഈ സെമിത്തേരി കൂട്ടത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ പോകരുത്, അത് അൺടൈമിൽ പോകരുത് എന്ന് പറഞ്ഞായിരുന്നു. സോ അതിന് പല റീസൺസ് ഉണ്ട്. സോ എനിക്കറിയാവുന്ന കാരണങ്ങളൊക്കെ ഞാൻ പറയാം. ചിലപ്പോൾ ഈ വീഡിയോ കൂടെ തന്നെ പറയാമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വേറൊരു വീഡിയോ സെപ്പറേറ്റും ചെയ്യാം. ഓക്കെ, അന്ന് ഞാനാണെങ്കിൽ ആ സ്ഥലത്ത് ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ സംസാരിച്ച് സെറ്റാക്കിയിട്ട് അന്ന് എൻ്റെ കൂടെ വന്നിട്ട് ഞങ്ങളുടെ തന്നെ ഒരു കസിൻ, ഒരു ബ്രദർ എൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു. സോ ഞാനും അവനും കൂടിയാണ് ആ സ്ഥലത്ത് പോയത്. അതൊരു വില്ലേജാണ്. സോ വില്ലേജ് ആകുമ്പോൾ പ്യുവർ വില്ലേജാണ്. ആ വില്ലേജിലാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയത്. ആ വില്ലേജിലെ ഒരു ശവക്കല്ലറിലാണ് എടുക്കാൻ വേണ്ടി പോയത്. ഒരു ടൈം എനിക്ക് ഓർമ്മയില്ല, ബട്ട് ആ വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ടൈം. ഓക്കെ, എന്തായാലും 12 മണിക്ക് ശേഷമായിരിക്കും പോയിട്ടുള്ളത്. ശവക്കല്ലറയിൽ അൺടൈമിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോ ആണ് ആ വീഡിയോ. സോ ഫസ്റ്റ് ഗോസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് ശവക്കല്ലറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന, അൺടൈമിൽ ഷൂട്ടിന് പോകുന്ന ഫസ്റ്റ് വീഡിയോ അതാണ്. അങ്ങനെ ആ സ്ഥലത്ത് പോയി. സത്യം പറയാമല്ലോ, പോകുമ്പോൾ തന്നെ എനിക്ക് അതായത് നമുക്ക് നോർമലായിട്ട് തന്നെ നമ്മളൊരു അബണ്ടറായിട്ടുള്ള ഒരു കെട്ടിടത്തിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ഉള്ളിലൊരു ഭയം ഇങ്ങനെ ക്രിയേറ്റ് ആകും. എന്താകും എന്താ അവിടെ കാണുന്നത്. നമ്മൾ ഇൻ കേസ് നമ്മുടെ കൺമുമ്പിൽ വന്നിട്ട് ഒരു ഷാഡോയും ഒന്നും നിൽക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് വന്നിട്ട് ഒരു ഫീൽ വരും, അവിടെ എന്തോ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നും. അവിടെ അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശവക്കല്ലറയിൽ എത്രയോ ഡെഡ് ബോഡികൾ കിടന്ന് ഉറങ്ങുന്നൊരു സ്ഥലം അത്. സോ അവിടെ വന്നിട്ട് പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ഫീല്. അത് ഫസ്റ്റ് ടൈം അൺടൈമിൽ 12 മണിക്ക് ശേഷം അവിടെ പോയി. അപ്പം അകത്തോട്ട് കയറി ചെന്ന് അപ്പം അവൻ പറയുന്നുണ്ട് ഇവിടെയാണ്. അപ്പം അവൻ ആ നാട്ടിൽ തന്നെ താമസിക്കുന്ന ഒരുത്തനാണ്. സോ അവൻ പറയുന്നുണ്ട് ഇവിടെയാണ് കത്തിക്കുന്നത്, ഇവിടെയാണ് ശവങ്ങളൊക്കെ അടക്കുന്നത്. അത് വന്നിട്ട് ഭയങ്കര ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന ഒരു ഓപ്പൺ പ്ലേസാണ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ വന്നിട്ട് വലിയൊരു നദി പോകുന്നുണ്ട്. സോ ആ നദി വന്നിട്ട് ഓവർഫ്ലോ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ശ്മശാനം മൊത്തം വെള്ളത്തിനടിയിലാവും. സോ അങ്ങനെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ശ്മശാനങ്ങളൊക്കെ. ഞാൻ പോയ സമയത്ത് വന്നിട്ട് പകുതി വെള്ളവും പകുതി നോർമലായിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് അവിടെ വെച്ചിട്ട് എനിക്കൊരു എക്സ്പീരിയൻസിനുള്ളുപരി വന്നിട്ട് അവിടെ ഞാൻ കണ്ട ചില കാഴ്ചകളുണ്ട്. അത് ഗോസ്റ്റ് പ്രേതമൊന്നുമല്ല. അതിലുപരി വന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ഇമ്പാക്റ്റ് കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ പറയാം. ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു സ്ത്രീ വന്നിട്ട് വർഷങ്ങളായിട്ട് ബെഡിൽ വന്നിട്ട് വയ്യാതെ കിടക്കുമായിരുന്നു തോന്നുന്നു. സോ ഫുള്ളിൽ തന്നെ എഴുന്നേക്കാൻ പറ്റാതെ തന്നെ കിടക്കുമായിരുന്നെന്ന് തോന്നുന്നു. അവർക്ക് വന്നിട്ട് ഓക്സിജനൊക്കെ കൊടുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം, ആ ട്യൂബ്, അതിൻ്റെ കൂടെ തന്നെ
വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. അവർ ഉടുത്തിരുന്ന സാരി, അവർ പുതച്ചിരുന്ന പുതപ്പ്, ഇതെല്ലാം തന്നെ ആ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന ഒരു സൈഡിൽ കിടക്കുന്നത്, അത് ഫ്രഷായിട്ട് കിടക്കുന്നത് അന്നത്തെ ദിവസമാണ് അവർ കൊണ്ട് അടക്കം ചെയ്തേക്കുന്നത്. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരുമാതിരി നമുക്കൊരു ഫീൽ വരുമല്ലോ, ഓ ഇവരുപയോഗിച്ച തിങ്സാണത്, അവരുപയോഗിച്ച സാധനങ്ങളാണ് ആ കിടക്കുന്നത് എന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സംഭവം ഒന്ന് ക്രിയേറ്റ് ആവും. എനിക്ക് വന്നിട്ട് ആ സ്പോട്ടിൽ വന്നിട്ട് അത് കാണുമ്പോഴത്തേക്ക് ഒരു അത് എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയത്തില്ല, ഇവരുപയോഗിച്ച സാധനങ്ങളാണല്ലോ ഇതൊക്കെ എന്നുള്ളൊരു ഫീൽ വരും. അവരിപ്പോൾ മണ്ണിനടിയിൽ തന്നെ ഉണ്ട്. അതിങ്ങനെ കാണിച്ച് ക്യാമറ ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുമ്പോഴത്തേക്ക് അവരടക്കം ചെയ്തേക്കുന്ന സ്ഥലം ഫ്രഷായിട്ട് പൂവും ഇതൊക്കെ ഇട്ടേക്കുന്നു, മാലകളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നു. അത് എനിക്കിപ്പോൾ പോലും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ആ ഒരു എക്സ്പീരിയൻസ്. കാരണം അവരുപയോഗിച്ച ട്യൂബ്, മാസ്ക്, അവർ അവസാനമായിട്ട് ധരിച്ചിരുന്ന സാരി, ആ പുതപ്പ് എല്ലാം തന്നെ അവിടെ ഉണ്ട്. സോ അത് വന്നിട്ട് അവിടുത്തെ ഒരു ആചാരമാണ്. അവർ അവസാനമായിട്ട് ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും കൂടെ തന്നെ അവിടെ കൊണ്ട് കളയും അവർ. അങ്ങനെ കുറേ തിങ്സ് ഉണ്ട് ആ സ്ഥലത്ത്. ഈ അവസാനമായിട്ട് അവർ മരിക്കാൻ നേരം അവരുപയോഗിച്ചിരുന്നതും ചിലവർക്ക് വന്നിട്ട് അസുഖം വന്ന് മരിക്കുന്നവരുണ്ട്. സോ ആ സമയത്ത് വന്നിട്ട് അവർ വീട്ടിൽ വെച്ചായിരിക്കും. സോ അവർക്ക് വന്നിട്ട് എന്തെങ്കിലും ആ സമയത്ത് അവർ യൂസ് ചെയ്യുന്ന ഈ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വന്ന് കൊണ്ടിടും. അത് ഞാൻ പറഞ്ഞില്ല, അതുപോലുള്ള ഈ പ്രേതം, ഗോസ്റ്റിനെ കാണുന്നു, അല്ലെങ്കിൽ ഷാഡോ കാണുന്നു, ഇതിലൊക്കെ ഉപരി വന്നിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതിന് അപ്പോഴും ജീവനുണ്ട് ആ സാധനങ്ങൾക്ക്. അതായത് ജീവനുണ്ടെന്ന് ഉദ്ദേശിച്ചത് അവരുപയോഗിച്ച തിങ്സ് വന്നിട്ട് അവർ മരിച്ചു കഴിഞ്ഞാലും കുറച്ച് നാളുകൾക്ക് അവരുപയോഗിച്ച തിങ്സിന് ജീവനുണ്ട്. എനിക്കതങ്ങനെ ഫീലായത്. സോ ഇത് വന്നിട്ട് എനിക്ക് അവിടെ ഞാൻ കണ്ട ഒരു ഫസ്റ്റ് എനിക്ക് കിട്ടിയൊരു ഇമ്പാക്റ്റാണ് അവിടെ വെച്ചിട്ട്. രണ്ടാമത് വന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ ആ റോഡ് മൊത്തം പൂവ് കിടക്കുക, പൂവും മാലകളും ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അവിടെ വന്നിട്ട് അതിലൊരു സ്ഥലത്ത് വന്നിട്ട് ഈ അടക്കം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, അടക്കം മീൻ ഈ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചാമ്പലുണ്ടല്ലോ, അത് വന്നിട്ട് ഒരു മൺകലത്തിൽ വന്നിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ അത് ഇട്ട് വച്ചേക്കുന്ന മീൻ എന്ന് വെച്ചാൽ അതാരും എടുത്തുകൊണ്ട് പോവാത്തതാണോ അതോ അങ്ങനെ അവിടെ ഇട്ട് വയ്ക്കുന്ന ശീലം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് അതവിടെ കിടപ്പുണ്ടായിരുന്നു. 2 മൺകലമുണ്ട്. ഒരെണ്ണം പൊട്ടിക്കിടക്കുമായിരുന്നു, ഒരെണ്ണം അതുകൂട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അത് കാണുമ്പോഴും ഉള്ളിലൊരു ആ മൺകലത്തിന് ചുറ്റും പൂവൊക്കെ കെട്ടി, എന്തോ നൂലുകളൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ വച്ചേക്കുന്നത്, അതും ഒരു ടൈപ്പ് ഓഫ് ഫീലുണ്ട്. ബട്ട് അത് ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പം എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഈ ലോകത്ത് വന്നിട്ട് സന്തോഷമായിട്ടും പല പല പ്രശ്നങ്ങളും അതിജീവിച്ചതും പല പല സുഖങ്ങളും സന്തോഷങ്ങളും വച്ച് ജീവിച്ച ആൾക്കാരാണ് കിടക്കുന്നത്. ബട്ട് അങ്ങനെ അറിയുമ്പോഴത്തേക്ക് ഒരു കണക്ഷൻ വരത്തില്ലേ, നമ്മൾ ഹ്യൂമനാണ്, അവർ ഹ്യൂമൻ തന്നെയാണ്. സോ ആ ഹ്യൂമൻ ടു ഹ്യൂമൻ വന്നിട്ട് ഒരു ബോണ്ടിങ് എപ്പോഴും കാണും. അതുകൊണ്ടാണോ എനിക്കല്ലെങ്കിലും വന്നിട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഗോസ്റ്റ് ഹണ്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങളിൽ വന്നിട്ട് പഴയ കട്ടിൽ, പഴയ തിങ്സ്, പഴയ അവരുപയോഗിച്ച സാധനങ്ങൾ, പഴയ ഫോട്ടോസ്, അങ്ങനെ പല പല കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ട് അങ്ങ് കണക്റ്റാവും. ആക്ച്വലി അങ്ങനെ കണക്റ്റാവും പാടില്ല. ബട്ട് അതെനിക്ക് ഉള്ളിൽ വന്നിട്ട് അതെന്തോ ഒരുമാതിരി അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, സംതിങ് എൻ്റെ മൈൻഡ് വന്നിട്ട് കൊളാപ്സ് ആവും അവിടെ. അതെനിക്ക് അങ്ങനെ സംഭവം ഉണ്ട്. അത് ആക്ച്വലി അത് വരാൻ പാടില്ല, ബട്ട് അതെനിക്ക് അങ്ങനെ ഉണ്ട്. മൈൻഡിനെ കൊളാപ്സ് ആവും. എൻ്റെ മൈൻഡിൽ അതപ്പോൾ ഇങ്ങനെ റീഡാവും. അതിങ്ങനെ ഇമേജ് പോലെ ഇങ്ങനെ വരും. അവരിവിടൊക്കെ ആയിരിക്കും ജീവിച്ചത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിച്ചത്, ഇവിടെയൊക്കെ ആയിരിക്കും ഇരുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ആനിമേഷൻ കൂട്ട് എനിക്കിങ്ങനെ ഫീലാകും. അതങ്ങനെ ഫീൽ ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി നമുക്ക് മൈൻഡ് വന്നിട്ട് കൊളാപ്സ് ആകും. അത് ആപത്താണ്. ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് അതിനെക്കൊണ്ട് പറ്റുന്നില്ല. എന്നാലും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു എഫക്റ്റാണ് ഞാൻ ഈ പറഞ്ഞ ഈ സംഭവം. ഓക്കെ, ബാക്ക് ടു ടോപ്പിക്ക്. സോ ഈ സംഭവം ഇത് കണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ട് ഒരു കത്തിക്കുന്ന സ്ഥലമുണ്ട്. കത്തിക്കുന്ന സ്ഥലത്ത് വച്ച് നിക്രോഫോണിക് ആപ്പ്, സോ നമ്മളെല്ലാവർക്കും അറിയാം നിക്രോഫോണിക് ആപ്പ്. ആ ആപ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് വന്നിട്ട് റെസ്പോൺസും കിട്ടുന്നുണ്ട്, ഈ ആപ്പിൽ കൂടെ റെസ്പോൺസും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് വന്നിട്ട് ഈ ഡെഡ് ബോഡീസൊക്കെ കത്തിക്കുന്നതിന് തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ തന്നെ എന്തൊക്കെയോ ചില സൗണ്ടുകൾ, ഈ കുപ്പിവളയില്ലേ അതിൻ്റെ സൗണ്ട് എനിക്കന്ന് ശരിക്കും കേട്ട്
അത് ഒരു ഫീലാണത്. അതെനിക്ക് ശരിക്കും കേട്ടായിരുന്നു. അപ്പം നിങ്ങൾ ഊഹിക്കാവുന്നേ ഉള്ളൂ. അവിടെ അങ്ങനെ സംഭവം ഇങ്ങനെ ആ വളയുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ആ ഫുൾ സൈലൻറ്റ്, ഫുൾ ഇരുട്ട്. അപ്പോൾ ആ ഒരു വളയുടെ ശബ്ദം മാത്രം കേൾക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇതെങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതൊരു സംഭവമായിരുന്നു. പിന്നെ ഒരു സംഭവമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇത് വന്നിട്ട് ഈ ഫുൾ ശവക്കല്ലറുകളല്ലേ, മൊത്തം ശവക്കല്ലറുകളാണ്. അതിൽ വന്നിട്ട് പകുതിയും വന്നിട്ട് മണ്ണിനടി കുഴിച്ചിട്ടിട്ട് ജസ്റ്റ് മണ്ണ് മാത്രം ഇങ്ങനെ മൂടി ഇങ്ങനെ ഇടും, ഈ കോൺക്രീറ്റ് ഒന്നും ഇടാതെ തന്നെ. അവിടെ ഞാനൊരു സംഭവം കണ്ട്, ഒരു കൊച്ചുകുട്ടിയുടെ ഡെഡ് ബോഡി. അത് കൊച്ചുകുട്ടീനെ മനസ്സിലാക്കിയത് സൈസ് വെച്ചിട്ടാണ് മനസ്സിലാക്കിയത്. ഒരു കൊച്ചുകുട്ടിയുടെ ഡെഡ് ബോഡി അടക്കിയിട്ട് അതിന് മണ്ണ് വെച്ച് മൂടിയേക്കുന്നത്. സോ അത് കാണുമ്പോഴും വന്നിട്ട് ഒരുമാതിരി ഫീലാകും. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ആ ഒരു മൈൻഡ് കൊളാപ്സ് ആകും എന്നുള്ളത്. അതെനിക്കങ്ങനെ ആവുന്നുണ്ട്, ബട്ട് അങ്ങനെ ആവാൻ പാടില്ല. അതെനിക്ക് ചില സമയത്ത് അങ്ങനെ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫീൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊച്ചുകുട്ടി എങ്ങനെ ആയിരിക്കും മരിച്ചത്, എന്തുകൊണ്ടായിരിക്കും മരിച്ചത് എന്നൊക്കെ പറയാൻ ജീവിച്ച രീതി, ആ ഒരു ചാർട്ടുണ്ടല്ലോ, അതെനിക്ക് മൈൻഡിൽ വന്നിട്ട് അതിങ്ങനെ കൊളാപ്സ് ആവും എനിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അറിയാതെ കാലൊന്ന് മുട്ടുന്നു, ക്യാമറ തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് ഒരു മൺകൂന പോലെ ചെറിയ നീളത്തിൽ തീരെ ഒരു പൊടിക്കൊച്ച്. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഞാനീ പറഞ്ഞില്ലേ, ഈ ഗോസ്റ്റ് ഹണ്ടിങ് എന്ന് പറയുന്ന കണ്ടൻറ്റേ വന്നിട്ട് ഹൊറർ മാത്രമല്ല, ത്രില്ലിങ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ എമോഷണൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് മാക്സിമം സ്കിപ്പ് ചെയ്യുന്നതാണ് എത്രയും നല്ലത് തന്നെ. ബട്ട് ചില സമയത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചില വീഡിയോ ഒക്കെ പോയ സമയത്ത് ഞങ്ങൾക്കറിയാം, മഹയുടെ വീഡിയോ ലാസ്റ്റ് ഷൂട്ട് ചെയ്ത് ജെന്നിയുടെ വീഡിയോ ഒക്കെ പോയ സമയത്ത് വന്നിട്ട് അവർ കരയുന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും അതൊരുമാതിരി നമുക്ക് ശരിക്കും ഇങ്ങനെ കുത്തും ഹാർട്ടിൽ വന്നിട്ട്. അത് നന്നായിട്ട് നമുക്ക് എമോഷണലി നമ്മൾ കണക്റ്റായി പോകും ആ സമയത്ത്. പക്ഷെ അങ്ങനെ എമോഷണലി കണക്റ്റ് ആവാൻ പാടില്ല. ബട്ട് അത് നമുക്ക് ചില സമയത്ത് നമുക്ക് കൈവിട്ട് പോകും. സോ ഇതാണ് ഞാൻ ആ വീഡിയോയുടെ, ഇതൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ഇത്രയും ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സെക്കൻഡും അത്രമാത്രം ഒരു മുൾമുനയിൽ നിന്നിട്ടാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ ആ വീഡിയോ എടുത്ത് പ്ലേ ആക്കിയിട്ട് പോലും ഇല്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയാം എന്നൊന്നുമില്ല. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ക്യാമറ വെച്ചു, ക്യാമറ റെക്കോർഡ് ഓണാക്കി നേരിട്ടങ്ങ് സംസാരിക്കുക. എനിക്ക് അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ആ ഓർമ്മയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഇത്ര ഷെയർ ചെയ്തത്. സോ ഇതിൽ കൂടുതലും കാര്യങ്ങൾ വന്നിട്ട് ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ വന്നിട്ട് ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. സോ വീഡിയോ കണ്ടിട്ടുള്ളവരും കാണാത്തവരും താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിരിക്കാം. ആ വീഡിയോയുടെ കണ്ടിട്ട് ഒന്നുകൂടെ പോയി കാണുക, കാണാത്തവർ പോയി കാണുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഞാൻ കഥകളൊക്കെ വെച്ച് നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നും കൂടി വേറൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അടുത്തൊരു ഹൊറർ സ്റ്റോറിയുമായിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്.